നെന്മാറയിലെ അരുങ്കൊലയിലേക്ക് അമ്മയെയും മകനെയുമാണ് അയൽവാസിയായ കൊലക്കേസ് പ്രതി അതിക്രൂരമായി വെട്ടിക്കൊന്നത്. പോത്തുണ്ടി സ്വദേശി ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെ അയൽവാസിയായ ചെന്താമരയാണ് കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. കേസിൽ പരോളിലിറങ്ങിയ ശേഷമാണ് പ്രതി കൃത്യം നടത്തിയത്. കൃത്യം നടത്താനായി ഉപയോഗിച്ച കൊടുവാൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മുതൽ തന്നെ പ്രതിക്ക് സുധാകരന്റെ കുടുംബത്തോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. മുമ്പ് 2019 മുതലുള്ള വൈരാഗ്യമാണ് ഉള്ളത് ഞങ്ങൾ സംശയിക്കുന്നത്. ആദ്യമായിട്ട് പ്രാഥമിക അന്വേഷണമാണ് ഉള്ളത്. ബാക്കി അയാൾക്ക് പിടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ 4 ടീം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. പിടിക്കാൻ എല്ലാം ശ്രമമെടുക്കും. അത്ര പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമമെടുക്കും. ഇത് മുൻവൈരാഗ്യമാണോ ഇതിന്റെ കാരണം? അതാണ് പ്രാഥമികമായിട്ട് തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഭയം കൊണ്ടാണ് വീട്ടിലേക്ക് അച്ഛനൊപ്പം താൻ വരാതിരുന്നത് എന്നും വന്നിരുന്നെങ്കിൽ താനും കൊല്ലപ്പെടുമായിരുന്നുവെന്നും സുധാകരന്റെ മകൾ പറഞ്ഞു. പരാതി നൽകിയിട്ടും പോലീസ് പരിഗണിച്ചില്ലെന്ന് മകൾ ആരോപിച്ചു. ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തുകൊണ്ട് എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛൻ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എൻ്റെ അവസ്ഥ. പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് 4 വർഷം ഇരുത്തും. അതാണ് നടക്കണത്. എൻ്റെ അമ്മയ്ക്ക് അതന്നെയല്ലേ അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എൻ്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ നോക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. ഇനി എനിക്ക് ആരാ ഉള്ളത്? സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒപ്പ് സൈൻ മേടിച്ചിട്ട് ഇപ്പോൾ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത ഭീഷണിയുണ്ട്. അയാൾ വീണ്ടും അതന്നെ ചെയ്യും. അയാൾക്ക് അതേ ഒരു ടെൻഡൻസിന് ഇങ്ങനെ കൊല്ലണം എന്നുള്ള ടെൻഡൻസിന്. ഇപ്പോൾ അതപ്പോൾ അവിടെ ഇന്ന് രാവിലെ അവിടെ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്ത് വാളിങ്ങനെ ഊരി കാണിച്ചത്. അത് കണ്ടില്ല, ഇതാ നീളമുണ്ട്, ഇതാണ് എൻ്റെ സെറ്റപ്പ്. ബൈക്കിൽ പോകുമ്പോൾ വീശായാലും വീഴും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഭീഷണിപ്പെടുത്തത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അയാളെ അവിടെ കൊന്നിട്ടു. ഇതൊരു സെറ്റപ്പാണ്, എൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ ചോദിച്ചു. നിൻ്റെ എന്ത് സെറ്റപ്പ് എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഇത് വിറക് അവിടെ ഇട്ടിട്ട് ഈ വടിവാള് കണ്ടു. നീ ഈ സെറ്റപ്പ് കൊണ്ട് നടക്കണം, നീ നിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ നീ മിണ്ടാണ്ടിരിക്കട്ടെ ചെന്താമരേന്നും പറഞ്ഞു. 3 പ്രാവശ്യം പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു മറ്റേ എന്താണ് കണ്ണ് കാണിച്ച മൂക്ക് കാണിച്ച അവർ ജാമ്യത്തിലാണ്, കോർട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. 3 പ്രാവശ്യം ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തു. പോയി പരാതി കൊടുത്തിട്ട് അടുത്ത പോലീസുകാരൻ്റെ ഭാഗം ഒരു നടപടി ഉണ്ടായി. മഴുവ് ഇല്ലെങ്കിൽ അരിവാള് ഇതൊക്കെയാണ് അയാളുടെ ആയുധം. കൈക്കോട്ടെ വരുമ്പോൾ നമ്മൾ ചെത്താൻ ഉപയോഗിക്കും. ഇപ്പം ആരെങ്കിലും ജസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സാധനമുണ്ട് അന്നൊക്കെയാണ് അയാളുടെ മറുപടികൾ. ഇങ്ങനെയായി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതും കൂടെ ഒന്ന് അറിയണ്ടേ. ഇത്രയും 5 കൊല്ലം ആ ചേച്ചി മരിച്ച ശേഷം ഈ 5 കൊല്ലം ഞങ്ങൾ പേടിച്ച് ജീവിച്ചു. ഇപ്പോഴും ഇയാൾ വന്നിട്ട് 2 മാസം ഒക്കെ ആയി. എന്നിട്ടും ഞങ്ങൾ വിറയ്ക്കുകയാണ്. എന്താണ് ഇയാൾ അടുത്തൂടെ പോകുമ്പോൾ തന്നെ പേടിക്കുക. എന്നപ്പോൾ ഞാനൊന്നും ചെയ്യാറില്ല, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പഴയതുപോലെയല്ല, എല്ലാ തരത്തിലും ഞാൻ മാറി നല്ലവനായിട്ടാണ് വന്നെന്ന് പറയുന്നുണ്ട്. ഈ വന്നത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കുട്ടി മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് സാറേ. ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് നെന്മാറ MLA കെ ബാബു പറഞ്ഞു. പോലീസ് ഇപ്പോൾ നല്ല സ്ക്വാഡ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ ഡ്രോണും കൂടെ വന്നിട്ടുണ്ടെന്ന്. എന്തായാലും പിടിക്കും. അല്ലെങ്കിൽ ജനങ്ങളും അതിനോടൊപ്പം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പിടിക്കണം. ഇതുപോലെ ക്രിമിനലുകളെയൊന്നും ഇവിടെ വാഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനനുസരിച്ച് നിയമപരമായിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. അത് ഉണ്ടാവും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, 4 സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ്. അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിൽ പുരോഗതിയുണ്ടോ? മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ടോ അവിടെ നിന്ന്? സതിലക്ഷ്മി, അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ 4 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് കൊല്ലപ്പെട്ട സുധാകരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഒരു സംഘം പോലീസ് ഈ പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. കൊല്ലപ്പെട്ട അമ്മ ലക്ഷ്മി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ നടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്നും
നിന്നും വീട്ടിൽ നിന്നും ക്ഷേമനിധിയിൽ പണമടയ്ക്കുന്നതിന് വേണ്ടി സുധാകരൻ നെന്മാറയിലേക്ക് പോയതായിരുന്നു. നെന്മാറയിൽ സുധാകരനെ കാത്ത് മകൾ അഖിലയും കാത്തുനിന്നിരുന്നു. ഇവിടെ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. കഴിഞ്ഞ ദിവസം 3 മാസം മുമ്പാണ് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത് ചെന്താമര ഇടയ്ക്ക് ഇവരെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡിസംബർ 29-ന് സുധാകരനും മകൾ അഖിലയും പോലീസിൽ പരാതി നൽകുകയും ഭീഷണിയുണ്ട് എന്നുള്ളത് പരാതി നൽകുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ചെന്താമരയെ താക്കീത് ചെയ്ത് വിട്ടയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മകൾ ഇവിടേക്ക് സുധാകരന്റെ വീട്ടിലേക്ക് വരാറില്ല. ഭയന്ന് അവർ അഖിലയുടെ അമ്മ വീട്ടിൽ ആണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അഖില ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഈ സംഭവത്തിന് ശേഷം സുധാകരനും തമിഴ്നാട് തിരുപ്പൂരിലാണ് ജോലി ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വന്നു പോകാറാണ് പതിവ്. ഇത്തവണയാണ് ഈ ക്ഷേമനിധിയിൽ പണമടയ്ക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ 2 ദിവസം ഇവിടെ താമസിച്ചിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയും ഈ ചെന്താമര സമീപവാസികളെ തൻ്റെ കയ്യിലുള്ള ആയുധം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. കൊടുവാൾ കാണിച്ചിരുന്നു. തൻ്റെ കയ്യിൽ കൊടുവാളുണ്ട്, ഇതുകൊണ്ട് 2 പേരെ തീർക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇതൊരു സാധാരണ ഒരു ഭീഷണിപ്പെടുത്തലായാണ് ആദ്യം ആളുകൾ കരുതിയത്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞപ്പോൾ സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഈ നാട് കേൾക്കുന്നത്. തൊട്ടപ്പുറത്ത് ഈ സുധാകരൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇതിനുപയോഗിച്ചിരുന്ന കൊടുവാള് ചെന്താമര താമസിക്കുന്ന വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വീടിനകത്ത് ഈ കൊടുവാള് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യം നടത്തിയതിനു ശേഷം മൊബൈൽ ഫോൺ തകർത്തതിന് ശേഷമാണ് ചെന്താമര ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. പോലീസ് നായ എല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ചെന്താമരയുടെ വീട്ടിൽ കയറി പരിശോധന നടത്തിയ പോലീസ് നായ പിന്നീട് ഇവിടെ നിന്നും നേരെ പോയത് ചെന്താമരയുടെ തറവാട് വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നിന്ന പോലീസ് നായ പിന്നെ തിരിച്ച് തൊട്ടടുത്തുള്ള പാടത്തുള്ളൊരു കുളത്തിന് സമീപത്ത് വന്ന് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. അത് പോലീസ് കരുതുന്നത് കൃത്യം നടത്തിയതിനു ശേഷം ആ വഴിയിലൂടെ പോയ ചെന്താമര അവിടെ നിന്നും പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ്. മുമ്പ് 2019 ഈ കൃത്യം നടത്തിയതിന് ശേഷം, അതായത് സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും ചെന്താമരയെ കണ്ടെത്തിയത് ഇതിന്റെ സമീപത്താണ്. ഇതിന്റെ പോത്തുണ്ടിയുടെയും നെല്ലിയാമ്പതിയുടെയും എല്ലാം തന്നെ മലപ്രദേശമാണ്. അവിടെ ഒളിഞ്ഞിരുന്ന നിലയിലായിരുന്നു 2019 ചെന്താമരയെ പിടികൂടിയത്. ഇപ്പോഴും അങ്ങനെ അവിടേക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. അതല്ലെങ്കിൽ നെന്മാറ ടൗണിലേക്ക് കടന്ന് അവിടെ നിന്നും ഏതെങ്കിലും വാഹനത്തിൽ കടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. എന്തായാലും 4 സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. ഇതിൽ ഉയർന്നിട്ടുള്ള ഒരു പരാതി ഈ ഡിസംബർ 29-ന് പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ടത്ര നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് മറ്റേ പ്രതിയെ പിടിക്കാനുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് നെന്മാറയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇരട്ട കൊലപാതകം ഉണ്ടായത്. പ്രതിക്കായുള്ള തിരച്ചിൽ, പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മക്കളുടെ അടക്കം പ്രതിഷേധങ്ങൾ നമ്മൾ കേട്ടിരുന്നു. പ്രസാദ്, ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഈ പ്രതിഷേധത്തിനൊക്കെ ഒരു പരിധിവരെ തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീലക്ഷ്മി, അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അത് പോലീസ് വിശദീകരിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതെല്ലാം പോലീസ് ഇവിടെ വിശദീകരിച്ചു. SP പാലക്കാട് SP ഇവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊന്ന്, താക്കീത് നൽകി വിട്ടയക്കാനായിരുന്നു വീട്ടുകാർ പറഞ്ഞത്. അത് പോലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേഷനിലെ നടപടിക്രമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇത്തരത്തിൽ തൊട്ടടുത്ത വീട്ടിലാണ്, അതായത് 2 വീടും ഒരു 20 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഒരു റോഡിന്റെ ഒരു വശത്ത് ഈ പറയുന്ന കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബവും മറുവശത്ത് ചെന്താമരയുടെ വീടുമാണുള്ളത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷവും ഇത്തരത്തിൽ ആളുകളെ, ഈ പരിസരവാസികളെയെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ചെന്താമരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ അത് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാൻ കഴിഞ്ഞിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ടുകൂടിയാണ് ദാരുണമായ ഈ 2 കൊലപാതകത്തിലേക്ക് അവസാനിച്ചതെന്നുള്ളതാണ്. ഇന്ന് രാവിലെ 9:00 വീട്ടിൽ നിന്നിറങ്ങിയ സുധാകരനെ അതായത് ഈ ചെന്താമരയുടെയും സുധാകരന്റെയും മടങ്ങി വരാം. ഇന്ന് രാവിലെയാണ് പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നടക്കുന്നത്. ഒരു വീട്ടിലെ അമ്മയെയും മകനെയുമാണ് അയൽവാസിയായ ചെന്താമര അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പ്രതിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി.